ഈ നന്ദകുമാർ ഒരു 10-15 ദിവസം മുമ്പ് കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഏതാണ്ട് വിഷുവിൻ്റെ ദിവസം വലിയ തെളിവൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും അത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് വിട്ടു. വിഷു കഴിഞ്ഞിന്ന് 10 ദിവസം കഴിഞ്ഞു. ഇന്ന് തെരഞ്ഞെടുപ്പിന് 2 ദിവസമേ ഉള്ളൂ. 15 വർഷം മുമ്പ് നടന്നു എന്ന് ഇവർ അവകാശപ്പെടുന്ന കാര്യം തെരഞ്ഞെടുപ്പിന് 15 ദിവസം മുമ്പ് ഇദ്ദേഹം ആദ്യം കൊണ്ടുവന്നപ്പോൾ നിങ്ങളെല്ലാവരും വലിയ ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇത് കൊടുത്തു. വിഷുവിൻ്റെ അന്ന് എന്തൊക്കെയോ സംഭവിക്കും. വിഷു കഴിഞ്ഞിന്ന് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പാണ്. ഇന്ന് അടുത്ത വിവാദവുമായിട്ട് നിങ്ങൾ വരുവാണ്. അതായത് ഞാനിവിടെ ഈ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരും, ഞാൻ ഈ മണ്ഡലത്തിൽ ഈ സമഗ്ര വികസനം കൊണ്ടുവന്ന് ഇന്ന് നരേന്ദ്രമോദിജി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുമ്പോൾ, ഇന്ന് ഈ പത്തനംതിട്ടയും വികസിക്കുമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ചില നേതാക്കളും ചില മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇന്ന് എൻ്റെ ക്യാമ്പയിൻ ഡീറെയിൽ ചെയ്യാൻ വളരെ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്, പാടുപെടുന്നുണ്ട്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇന്ന് വന്ന എല്ലാവരും ഞാൻ കാണുന്നുണ്ട്. ആദ്യം ഇദ്ദേഹം 15 ദിവസം മുമ്പ് ഒരു ആരോപണം ഉന്നയിച്ചു. എല്ലാ ദിവസവും അടുത്ത ദിവസം നമ്മൾ പ്രൂഫ് കൊണ്ടുവരുമെന്നും പറഞ്ഞ് 4-5 ദിവസം നിങ്ങളത് 5 ദിവസം ന്യൂസാക്കി റൺ ചെയ്തു. 14-ാം തീയതി വിഷയമായിരുന്നു. അന്ന് വിഷുവിൻ്റെ അന്ന് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ 2 ദിവസം ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചു, ഒന്നും വന്നില്ല. അത് കഴിഞ്ഞ് ഈ നന്ദകുമാർ 2016 എന്നെ ഒരു കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു വിറ്റ്നസ് വന്ന് പറഞ്ഞു. നിങ്ങളുടെ 2 പേരുടെ സ്റ്റുഡിയോയിൽ അദ്ദേഹം വിറ്റ്നസ്സായിട്ട് വന്ന് സംസാരിച്ച കാര്യമാണ്. നിങ്ങളത് പുറത്ത് വിട്ടില്ല. അതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. മറ്റ് ചില ചെറിയ മാധ്യമങ്ങൾ പുറത്ത് വിട്ടു, പക്ഷെ നിങ്ങളാരും പുറത്ത് വിട്ടില്ല. അതിൻ്റെ പ്രൂഫുണ്ട്. അതായത് 2016 നന്ദകുമാർ എനിക്കൊരു ബന്ധവുമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയി എന്നെ ഒരു കേസിൽ കുരുക്കണമെന്നും പറഞ്ഞ് പോയി. അതിന് പ്രൂഫുണ്ട്, വിറ്റ്നസ്സുണ്ട്. നിങ്ങളുടെ 2 പേരുടെ സ്റ്റുഡിയോയിൽ വന്നു, റെക്കോർഡ് ചെയ്യപ്പെട്ടു, പക്ഷെ നിങ്ങളത് പുറത്ത് വിട്ടില്ല. അത് കാരണമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞു കഴിയട്ടെ ചോദ്യം പറയട്ടെ. അത് കഴിഞ്ഞ് ഇന്നലെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ഓർഗനൈസ്ഡ് ചർച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ കേരള ചരിത്രത്തിൻ്റെ ആദ്യമായിട്ട് പിന്തുണച്ചു. എന്നെയും തിരുവനന്തപുരത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിയും ദേശീയ മാധ്യമങ്ങളെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം നന്നായിട്ടത് കവർ ചെയ്തു. എല്ലാ മാധ്യമങ്ങളും ടൈംസ് നൗ, NDTV, CNN News 18, ANI എല്ലാം ചരിത്ര സംഭവമാണ്. നിങ്ങളിൽ ഒരാൾ പോലും അത് കവർ ചെയ്തില്ല. ഒരു പത്രവും നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇന്ന് ഡൽഹിയിൽ വെച്ച് ഈ ഇദ്ദേഹത്തിനെതിരെ ഇപ്പം കംപ്ലയിൻറ്റ് കൊടുക്കാതെ എന്താണെന്ന് പറയാം. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ഇത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷന് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റ് കംപ്ലയിൻറ്റുകൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കും. നിങ്ങളതോർത്ത് വിഷമിക്കേണ്ട. ഇലക്ഷൻ കമ്മീഷന് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്.